കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പ്രചരണത്തിനിറങ്ങി. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പന്തീരാങ്കാവ് ഡിവിഷനിലേക്കുള്ള UDF സ്ഥാനാർത്ഥിയായ CMPയുടെ ഭവിതയാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. ഭവിതയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഈ തീയതിയെല്ലാം പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ കേരളത്തിൽ ആദ്യമായി ജില്ലാ പഞ്ചായത്തിലേക്ക് പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥി കൂടിയാണ് ഭവിത. അപ്പോൾ പ്രചരണമൊക്കെ ഇപ്പോൾ ഏതുവരെ എത്തി? പ്രധാന നേതാക്കളെല്ലാം കണ്ടു തുടങ്ങി. അതിനുശേഷം ഇപ്പോൾ ഇന്ന് മുതൽക്ക് നമ്മൾ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ മുൻപ് കുറച്ച് മുന്നേ തന്നെ ഇപ്പോൾ പ്രചരണമൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ തീയതിയും കൂടി വന്നു. ഇപ്പോൾ ഇനി മുന്നോട്ട് എങ്ങനെയാണ് പ്രചരണം കൊണ്ടുപോകുന്നത്? മുന്നോട്ട് ഓരോ വാർഡിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം അവരുടെ കൂടെ കൂടി കൂടുതൽ പ്രവർത്തനത്തിലേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രവർത്തിച്ചാൽ നമുക്ക് എന്തായാലും ജയിക്കാൻ പറ്റുന്നുള്ള പ്രതീക്ഷയുണ്ട്. ഒരു സാമൂഹിക പ്രവർത്തക കൂടിയാണ്, അതും ഒരു ഹൈലൈറ്റ് ആണ്. ഒരു സാമൂഹിക പ്രവർത്തനത്തിൽ നിന്നാണ് ഇപ്പോൾ ഒരു പൊതുപ്രവർത്തനത്തിലേക്ക് എത്തുന്നത്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും സാമൂഹ്യ പ്രവർത്തനം മാത്രമാണ്. രാഷ്ട്രീയത്തിലൊരു മെമ്പറാണ് എന്നതല്ലാതെ അതിലുപരി രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ ഒരു അവസരം ഇപ്പോഴാണ് ലഭിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങുകയാണ്. അതിൻ്റേതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും പഠിച്ചു വരാനുണ്ട്. എങ്കിലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സാമൂഹ്യ പ്രവർത്തനം, അതായത് ഞാനിപ്പോൾ MVR ക്യാൻസർ സെൻ്ററിലെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ്. MVR ക്യാൻസർ സെൻ്ററിൽ നമ്മൾ പ്രതീക്ഷ കിഡ്സ് എന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ്. നമ്മുടെ MVR ക്യാൻസർ സെൻ്റർ എംപ്ലോയീസ് യൂണിയൻ ഉണ്ട്, അതിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അങ്ങനെ പല രീതിയിലും സാമൂഹികമായി നമ്മൾ ഇറങ്ങുന്നുണ്ട്. കൂടാതെ അവിടെ വരുന്ന പേഷ്യൻസിനുള്ള മെഡിസിൻ സപ്പോർട്ടായാലും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയാലും എല്ലാം കൊടുക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ട്. ഇപ്പം ഇതിലുപരി ഇനിയിപ്പോൾ സമൂഹത്തിലേക്ക് ഇറങ്ങി സമൂഹത്തിലെ ജനങ്ങൾക്ക് ഇതേപോലെ അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിലുപരിയായിട്ട് ചെയ്യാൻ ഉള്ളൊരു അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ നിരവധി പദ്ധതികളൊക്കെ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി എന്താണ് വിജയിച്ചു കഴിഞ്ഞാലുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്? ഇപ്പോഴത്തെ ഈ ഒരു രാഷ്ട്രീയ സിറ്റുവേഷൻ വെച്ചിട്ട് ഈ ഒരു ഡിവിഷനിൽ, അതായത് പന്തീരങ്കാവ് ഡിവിഷനിൽ ഇതുവരെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും യഥാർത്ഥ ഇപ്പോഴത്തെ കാലാനുസൃതമായ രീതിയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തും വാർഡും എല്ലാം കൂടി സംയോജിപ്പിച്ച് നമുക്ക് പറ്റുന്ന എല്ലാ പുതിയ പോളിസീസും പദ്ധതികളും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ വിജയപ്രതീക്ഷ നൽകുന്നത് തന്നെയാണോ? തീർച്ചയായിട്ടും ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനലാണ്. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ തീർത്തും ഈ കേരളത്തെ ശ്രീലങ്കയ്ക്ക് തുല്യമാക്കി മാറ്റുന്ന നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മത്സരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ച സ്ഥാനാർത്ഥി ഭവിത ശക്തയായ സ്ഥാനാർത്ഥിയാണ്. ഭവിത ഈ ഡിവിഷനിൽ നിന്ന് വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും എന്ന് മാത്രമല്ല, ജില്ലാ പഞ്ചായത്ത് കോഴിക്കോട് ഇത്തവണ UDF വിജയിക്കും. ആ സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവിടെ ഞങ്ങൾ ഈ പെരുമണ്ണ പഞ്ചായത്തും ഒളവണ്ണ പഞ്ചായത്തും ഉൾപ്പെടുന്ന ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കേരള സംസ്ഥാനം ഭരിക്കുന്ന CPM, ആ CPM തന്നെ ഈ 2 പഞ്ചായത്തുകളും ഭരിച്ചിട്ടും ഈ 2 പഞ്ചായത്തുകൾക്കും ഈ ഭരണത്തിൻ്റെ ഇതായിട്ടുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ പ്രതിഷേധമൊക്കെ അതിശക്തമാണിവിടെ. അതുകൊണ്ട് ഭവിത വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് ഭവിത മാത്രമല്ല ത്രിതല പഞ്ചായത്തിലേക്ക്, ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും മത്സരിക്കുന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. കാലങ്ങളായുള്ള തുടർഭരണം അവസാനിപ്പിച്ച് വിജയക്കൊടി പാറിക്കുമെന്ന ഉറപ്പിലാണ് UDF സ്ഥാനാർത്ഥി. ഷബീർ കല്ലിനൊപ്പം ഗോപിക അരവിന്ദ്, മീഡിയ 1 കോഴിക്കോട്.